മാതാവും ശിശുവുമൊത്തപോയ യേശു മാതാവിന്റെ അഭ്യർത്ഥന മാനിച്ച് വിവാഹവിരുന്നിൽ വീഞ്ഞു തീർന്നുപോയ ആതിഥേയ കുടുംബത്തെ സഹായിക്കുന്നു. ദൈവപുത്രൻ കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കിയെന്ന അത്ഭുതം മാത്രമല്ല, തന്റെ രക്ഷാകര പദ്ധതി അനുസരിച്ച് ആദ്യത്തെ രക്ഷ നടപ്പിലാക്കി. AD 30 മനോഹരമായ ഒരു സായാഹ്നം അങ്ങ് ഗലീലയിലെ കാനായിൽ ബത്തോലിയോസിന്റെയും സഫീറയുടെയും മകന്റെ കല്യാണാഘോഷങ്ങൾ പൊടിപൊടിക്കുന്നു. അതെ, ആ വലിയ വിവാഹ വിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. പകരം പന്തിയോസ് പീലാത്തോസ് എന്ന ഗ്രീക്കുകാരൻ യൂദായുടെ ഗവർണറായി വരുന്നു. ആര് വന്നാലെന്താ, ഈ റോമാക്കാർ എപ്പോഴും നികുതി കൂട്ടിക്കൊണ്ടേ. എത്ര നികുതി കൊടുത്താലും എന്താ, ഈ കള്ളന്മാരുടെയും കവർച്ചക്കാരുടെ ശല്യം പിന്നെയും കൊടുവരുന്നേ. നേരത്തെ എത്തിയോ? മിക്കവേന് മുൻപേ എത്തി. കല്യാണമൊക്കെ നല്ല ആർഭാടമായിരിക്കുന്നു. എത്രയാ മഹാൻ, ചെറുക്കൻ മിടുക്കനാ. കേത്തുവാ കഴിഞ്ഞിട്ട് 2 വർഷമായതേ ഉള്ളൂ. അവൻ 200 ചെമ്മരിയാടും 300 ഒട്ടകവും 150 ഷെക്കലും കൊടുത്തു. ആണോ? ധാരാളം സ്വർണവും വെള്ളിയും 5 തോല മീറയും മത്താൻ കൊടുത്തു. ഓഹോ, ഇവൻ ഇത്രയും മോഹർ എങ്ങനെ ഒപ്പിച്ചു? അവൻ ദേവാലയത്തിന് മുൻപിൽ ചങ്ങാലിപ്രാവൽ വിളിക്കുകയല്ലേ, അതും നല്ലൊരു കച്ചവടമല്ലേ. ഞാൻ എണ്ണക്കച്ചവടം നടത്തിയിട്ട് 7 വർഷം എടുത്തു മോഹറൊപ്പിക്കാൻ. മറിയും മകനും എത്തിയല്ലോ. യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ദൈവകൃപയാൽ യാത്രയെല്ലാം സുഖമായിരുന്നു. ഇവർ യേശുവിന്റെ ശിഷ്യരാണ്. അവരും ഞങ്ങളോടൊപ്പം കൂടി. നല്ല കാര്യം. വിവാഹം എല്ലാവർക്കും കൂടി ആഘോഷമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാരാണ് വന്നത്? ഇവൻ മറിയത്തിന്റെയും ആ തച്ചൻ ജോസഫിന്റെയും മകനല്ലേ? അവൻ ദേവാലയത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ മരുന്നുപോലെ യോഹന്നാൻ അവൻ യോർദാനിൽ സ്നാനം നൽകിയെന്നും സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കേട്ടു. യോഹന്നാന്റെ ശിഷ്യരും കുറെ മുക്കുകളൊക്കെ അവൻ കന്യാളെ നടത്തുന്നുണ്ട്. ആ പഞ്ചാരയുടെ വീഞ്ഞു കൊണ്ടുവരാൻ പറയൂ.
ചില ഉപയോഗക്കാരും വിദേശികളും പ്രധാന ആചാരനോട് നമ്മുടെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചെന്നൊക്കെ കേട്ടു. യഹോവയൊക്കെ ഇതും തൊട്ട് പരിശീലനം ചെയ്ത് യഹോദമതം സ്വീകരിച്ച പുത്തൻ യഹോദരല്ലേ? അതെ, യാതൊരു പാരമ്പര്യവും വംശാവലിയും ഇല്ലാത്തത് കൂട്ടരെ. അവരെ നമ്മുടെ ദേവാലയത്തിൽ ആരാധന നടത്തുവാൻ അനുവദിച്ചാൽ അത് നമ്മുടെ ഇടയിൽ കലർപ്പുണ്ടാക്കും. അതെങ്ങനെ അനുവദിക്കും? നമ്മൾ ദാവീദിന്റെ വംശാവലിയിൽപ്പെട്ടതല്ലേ. നമ്മുടെ ഇടയിൽ കലർപ്പുണ്ടാകാൻ പാടില്ലല്ലോ. ഒരിക്കലും നമ്മുടെ വംശാവലിയിൽ പെടാത്തവരെ നമ്മുടെ ദേവാലയത്തിലും വിവാഹബന്ധത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മുടെ ഇടയിൽ കലർപ്പുണ്ടാക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ പ്രധാന ആചാര്യനും ചില പുരോഹിതന്മാർക്കും ഒക്കെ നമ്മുടെ പാരമ്പര്യങ്ങളോട് വേണ്ടത്ര ശുഷ്കാന്തിയില്ല. വീഞ്ഞ കുറെ നേരമായല്ലോ ചോദിച്ചിട്ട്. ഇവളൊന്നും ചെവി കേൾക്കില്ലായിരിക്കും. അവിടെ വീഞ്ഞു കൊടുക്കും. എത്ര നേരമായി ചോദിച്ചിട്ട്? ഇനി വീഞ്ഞ് അവശേഷിച്ചിട്ടില്ല. എന്ത്? എല്ലായിടത്തും നോക്കിയോ? എന്താണ്? എന്തു പറ്റി? നിങ്ങൾ ആകെ സംഭ്രമിച്ചിരിക്കുകയാണല്ലോ. വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ഇനി ഈ സമയത്ത് വീഞ്ഞ് എവിടെ നിന്ന് കിട്ടാനാ? ഓ, നമ്മൾ കരുതിയിരുന്ന വീഞ്ഞ് മുഴുവനും തീർന്നു പോയെന്നോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നാണക്കേടാകുമല്ലോ. എന്താണ് നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നത്? വിവാഹ ആവശ്യത്തിന് വെച്ചിരുന്ന വീഞ്ഞ് മുഴുവനും തീർന്നുപോയി. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. വിഷമിക്കണ്ട, പരിഹാരമുണ്ടാകും. വീഞ്ഞ് പെട്ടെന്ന് വേണം. അവൻ വീഞ്ഞ് വേണമെന്നില്ലല്ലോ. മകനെ, അവരുടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. വരൂ, നമുക്ക് പോയി വെള്ളം കൊണ്ടുവരാം. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ.
വീഞ്ഞാക്കിയെന്നോ? അത് വലിയ അത്ഭുതമാണല്ലോ. വെള്ളം ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ഒരു സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടിയാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ അവൻ ദൈവത്തിനുമാണോ? ഗുരുവിനെ പ്രഭാതത്തിൽ തന്നെ കവർനാമിലെത്താനുള്ളതാണ്. ഞങ്ങൾ യാത്രയാവുകയാണ്. ഷാലോം ഷാലോം. ഇവനാണ് വരാനിരിക്കുന്ന മിശിഹ. വരൂ, നമുക്കും ഇവനെ അനുഗമിക്കാം. കാനായിലെ വിവാഹത്തിൽ കൽഭരണികളിലെ വെള്ളം വീഞ്ഞാക്കി ദൈവപുത്രൻ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ആതിഥേയ കുടുംബം അനുഭവിക്കാമായിരുന്ന കനത്ത നാണക്കേടിൽ നിന്ന്, വിവാഹ വിരുന്നിന് വേണ്ട കരുതലുകൾ നടത്തിയില്ല എന്ന മാനഹാനിയിൽ നിന്ന് ദൈവപുത്രൻ ആ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ട് മാനവരാശിയുടെ രക്ഷാപദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറവുകളിൽ, നമ്മുടെ കരുതലില്ലായ്മകളിൽ, നമ്മളുടെ വീഴ്ചകളിൽ ദൈവപുത്രൻ തന്റെ കരമുയർത്തി നമ്മെ അനുഗ്രഹിച്ച് തന്റെ രക്ഷ നമുക്കും പകർന്നു തരാൻ നമുക്കും പ്രാർത്ഥിക്കാം.